ടു മൈ യൂട്യൂബ് ചാനൽ അഖീസ് വ്ലോഗ്. ഞാൻ നാളെ ഒരു മീൻകറി വെച്ചാലോ. ഇപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് പുളി. ഞാൻ ഇവിടെ എടുത്ത പുളി വളരെയധികം പിന്നെ പുളി കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് തോനെ 3-4 പുളിങ്ങെടുത്തത്. പിന്നെ 3 മുളക് എടുത്തിട്ടുണ്ട്, 1 മുറി നാളികേരം ചിരകിയത്, 2 സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. ഈ സ്പൂണ് കണക്കിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുക്കാറ്. പിന്നെ ഈ സ്പൂണിന്റെ കണക്കിൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളൊരു നാടൻ മീൻകറി വെക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും നാടൻ ഉള്ളി എടുക്കാം. നാളികേരും മല്ലി, വേണമെങ്കിൽ 2-3 വെളുത്തുള്ളിയും കൂടി കൂട്ടിയിട്ട് നല്ലോണം അരയ്ക്കുക. മല്ലി വറക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ഉപയോഗിക്കേണ്ട. 5-6 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വെളുത്തുള്ളി എടുക്കുക, അല്ലാത്തവർക്ക് വെളുത്തുള്ളി വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ആദ്യം നമ്മൾ ചട്ടിയിൽ ഒഴിക്കുക. 2-3 വട്ടം നമ്മൾ നല്ലോണം പിഴിഞ്ഞ് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ വെള്ളം കമ്മി ഉണ്ടാവും. അതാ നീളത്തിൽ അരിഞ്ഞ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിൽ മുളക് പൊടി ഇതിനേക്കാൾ കൂടുതൽ എരിവ് ആവശ്യമുള്ളവർ 2 സ്പൂണോ 3 സ്പൂണൊക്കെ എടുത്തോണ്ടു. ഞാൻ ഈ പച്ചമുളക് നല്ല എരിയാണ്, അതുകൊണ്ടാണ് 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടത്. ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് എടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഈ മുളക് പച്ച നിറമുള്ള മുളകൊക്കെ ഒന്ന് വാടി പച്ച കളറൊക്കെ ഒന്ന് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളി നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിക്ക് മീൻ ഇടുകയാണ്. മത്തി പിന്നെ നല്ല മത്തി കേട്ടോ, ഒരളിപിളിയോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ഫ്രഷ് മത്തി കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. മീനൊന്ന് നല്ലോണം വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നാളികേരും മല്ലിയും വെളുത്തുള്ളി അരച്ചത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മീനൊന്ന് വെന്ത് വരട്ടെ. മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ അരപ്പ് ചേർക്കുകയാണ്. മല്ലി തേങ്ങയിൽ കൂട്ടി അരച്ചപ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാക്കി കൊടുത്തു. നിങ്ങൾക്ക് ഈ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നാളികേരം വേവട്ടെ. ഉപ്പും മുളക് പൊടിയൊക്കെ അത് കറക്റ്റാണ്. അപ്പോൾ നല്ലോണം ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി കറിവേപ്പിലൊക്കെ എടുത്തിട്ട് വറുത്തിടുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇടുകയാണ്. അതൊന്നിങ്ങനെ വാട്ടുകയാണ്. ഒരു കറുപ്പൊരു ബ്രൗൺ നിറമൊക്കെ വരണം. അത് കഴിഞ്ഞ് അതിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മീൻകറി വെച്ച് നോക്കണം. സൂപ്പറാവോ, കമൻസ് അയക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസ് അയയ്ക്കുക.